ഒരു കസേര ഉണ്ടല്ലോ. കുഴപ്പമില്ല സർ. ഓ, അവൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലെന്നേ. അവിടെ ഇരുന്നാലേ അവക്ക് ഇറങ്ങത്തുള്ളൂ. അത് ശരിയാവില്ലല്ലോ. വാ, അവിടെ ഇരിക്കാം. അയ്യോ കുഴപ്പമില്ല സാർ. ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. അവിടെ വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കില്ല. ആ ബിരിയാണി മുഴുവൻ തണുത്തു. വാ, ഇവിടെ ഇരി. മോൻ ഇവളുടെ കൂട്ടത്തിൽ വന്ന് അന്ന് ഞാൻ ചോദിച്ചപ്പോ പറയുവാ, ഇല്ലമ്മച്ചി ചാക്കോയെ ഞാൻ കണ്ട് ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളെന്ന്. ഇവളെന്നോട് നുണയൊന്നും പറയാറില്ലെങ്കിലും എനിക്കറിയായിരുന്നു. 10-35 കൊല്ലം സ്കൂളിൽ പിള്ളേരെ പഠിപ്പിച്ചതല്ലയോ. ആ പിന്നെ താണ്ട് ഇന്ന് വന്നേച്ചും പറയുവാ, ചെരുപ്പിന്റെ വള്ളി പൊട്ടി, ചാക്കോയെ വഴി വെച്ച് കണ്ടു, ചാക്കോയുടെ കൂട്ടത്തിൽ. മോനെ ചാക്കോച്ചാ, ഇനി ഇതിന്റെ പുറത്ത് വേറെ കഥയൊന്നും മെനയാൻ നിൽക്കണ്ട. ബിരിയാണിയുടെ മുകളിലാവുമ്പോഴേ ദഹിക്കുകയല്ല. അല്ല, അതിനിപ്പോ എന്നതായാലും നല്ലതല്ലാത്തതൊന്നും ഇവള് തിരഞ്ഞെടുക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ. ഇവളിവിടെ പെയിൻ ഗസ്റ്റായിട്ടാ താമസിക്കുന്നതെങ്കിലും ഞാനിവിടെ കയ്യിൽ നിന്ന് വാടക ഒന്നും വാങ്ങിക്കത്തില്ല. എന്താ കാര്യം, എന്നും സന്ധ്യയ്ക്ക് കൊന്തയൊല്ലി കഴിയുമ്പം ഇവൾ 1-2 പാട്ട് പാടിത്തരും. എനിക്കതങ്ങ് കേട്ടാ മതി. ഭക്തിഗാനങ്ങളെ. പഴയ യേശുദാസ് ചിത്ര തരംഗണിയുടെ കാസറ്റ്സ് അല്ലേ, അതിലെ പാട്ടുകൾ അമ്മച്ചിയുടെ ഫേവറേറ്റ്. ആ നായക ജീവദായക പൈതലാം യേശുവേ, പിന്നെ എന്നതാടി കാവൽ. ആ കാവൽ മാലാഖമാരെ. ഓ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്. ആ തിരുനാമ കീർത്തനം ഒന്ന് പാടിക്കൊടുത്തടി. നിക്ക്. അല്ല, മോൻ പാടുവോ? ചക്ക പാടുവോ? ചെറുതായിട്ട് മൂളും. പ്ലീസ് പ്ലീസ് പ്ലീസ്. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ അപ്പനമ്മയും മരിച്ചുപോയി. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ എപ്പോഴും പാടാറുള്ളൊരു പഴയ സിനിമ പാട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, എപ്പോഴും ആ പാട്ടിന്റെ പകുതി വല്ല അമ്മ പാടാറുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, റെഡി സ്റ്റാർട്ട്. തെന്നലും മകളേകിയോ, കുഞ്ഞു തുമ്പി തമ്പുരുമീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, ജന്മസാഫല്യമേ എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു അയ്യോ, അല്ല എന്തു? ചാക്കോയ്ക്ക് വേറെ ഒരു പാട്ടും കിട്ടിയില്ലേ പാടാൻ?